ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് ലൈഫ് ഓഫ് എ PhD സ്കോളറിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇൻട്രസ്റ്റഡ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാൽ നിങ്ങൾ ഈ സ്ട്രഗിൾ അറിഞ്ഞിരിക്കണം ഗൈസ്. ഓക്കെ, സോ ഞാൻ ഇത് മെയിനായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും, അവരുടെ അടുത്ത് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും, അവരുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് സ്ട്രഗിളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലരുണ്ടാവുമല്ലോ, ഇപ്പോൾ അവരുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, അവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓഫ് കോഴ്സ് എനിക്ക് ഇത് കൺവേ ചെയ്യാൻ പറ്റില്ല ത്രൂ വേർഡ്സ്, എനിക്ക് ഒരു പരിമിതി ഉണ്ട് അത് കൺവേ ചെയ്യാനുള്ളത്. അതല്ലാണ്ട് എനിക്കിപ്പം അല്ലാത്ത വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അതിനകത്ത് ലാബ്സിലെ വീഡിയോസ് അങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോസസ്സാണ്, ഒരു മിനിമം 3 to 4 years, പിന്നെ മാക്സിമം എത്ര വേണമെങ്കിലും അങ്ങോട്ട് എന്നുള്ളതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അല്ലാണ്ട് ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൻ്റെ വീഡിയോയിലോ എനിക്കത് കൺവേ ചെയ്യാൻ ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാനിത് കൺവേ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അധികവും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ എബ്രോഡിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും നമുക്ക് കോഴ്സ് വർക്ക് ചെയ്യണം. ഈ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് ചില സംഭവങ്ങളുണ്ടാവും പഠിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ PhD നമ്മുടെ റിയൽ റിസർച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ട കുറച്ച് സബ്ജക്ട്സ് ആവാം അത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചിലരുടെ അവിടെ റാൻഡം ആയിട്ടുള്ള കോഴ്സ് വർക്ക്സ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ആവണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഫീൽഡിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്വാണ്ടം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആയിരിക്കും. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് വേണം, ലൈക്ക് മാറ്റ് അങ്ങനെ എന്തെങ്കിലും സിമുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കോഴ്സസ് വേണം. അപ്പോൾ അങ്ങനെ അവർ ചെയ്യും. ചില സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ റാൻഡായിട്ട് ഇപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് ഓരോ യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ അബ്രോഡിൽ തന്നെ പല യൂണിവേഴ്സിറ്റിയിലും വന്നിട്ട് ഒരു കോഴ്സ് വർക്ക്സോ അങ്ങനത്തെ ഒന്നുമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് റിസർച്ചിലേക്കും കിടക്കാം. അത് ഓരോ യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അബ്രോഡിലും ഇതുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇനിയിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ 1 year കോഴ്സ് വർക്ക്സ് ഉണ്ടായിരുന്നു. ഞാൻ MSc ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് 8 കോഴ്സ് വർക്ക്സ് ചെയ്യണം. 8 കോഴ്സ് വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 8 സബ്ജക്ട്സ് ബേസിക്കലി ചൂസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സെമിസ്റ്ററിൽ 4 സബ്ജക്ട്സ് 4 കോഴ്സസ് ചെയ്യും. നെക്സ്റ്റ് സെമിസ്റ്ററിൽ നെക്സ്റ്റ് 4 കോഴ്സസ് ചെയ്യും. ഇനിയിപ്പം ഈ someone is from the MTech ബാക്ക്ഗ്രൗണ്ട്, അവർക്കാണെങ്കിൽ ടോട്ടൽ ഓഫ് 4 കോഴ്സ് വർക്ക്സ് ചെയ്താൽ മതി. അപ്പോൾ അവർക്കത് ഒരു സെമിസ്റ്ററിൽ തന്നെ അവരുടെ കോഴ്സ് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് കോഴ്സ് വർക്ക്. അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കോഴ്സ് വർക്ക് ചെയ്തു. ബിറ്റ്വീൻ വൺ മോർ തിങ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് August 2023 ഇത് ഞാൻ പബ്ലിഷ് ആക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിത് കാണുമ്പോൾ എൻ്റെ ഡിഫൻസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം PhD ഈസ് ഫുൾ ഓഫ് അൺസർട്ടൈനിറ്റീസ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യണതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഫൻസ് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. എനിക്കിപ്പം ഒരു കോൺഫിഡൻസ് ഇല്ല എന്നല്ല, പക്ഷെ എന്നാൽ ആ ഒരു അൺസർട്ടനിറ്റി ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട്, കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് കോഴ്സ് വർക്ക്. അപ്പോൾ ഈ കോഴ്സ് വർക്ക് കഴിയുമ്പം ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ 4 ക്രെഡിറ്റ്, അതായത് 2 സെമിസ്റ്ററിലായിട്ട് ടോട്ടൽ 8 കോഴ്സ് വർക്ക്സ് ഉണ്ടായിരുന്നു, പ്ലസ് 2 നോൺ ക്രെഡിറ്റ് കോഴ്സസ് ഉണ്ടായിരുന്നു. ഈ നോൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഈ റിസർച്ച് മെത്തഡോളജിയിൽ ഇപ്പോൾ നമുക്ക് റിസർച്ച് പേപ്പേഴ്സ് എഴുതണമെങ്കിൽ എങ്ങനെ നമുക്ക് റിസർച്ച് പേപ്പർ എഴുതാം, അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് റിസർച്ച് മെത്തഡോളജിയിൽ പറഞ്ഞുതരും. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പേപ്പർ, ഹൗ ടു റീഡ് എ പേപ്പർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് റിസർച്ച് മെത്തഡോളജി പഠിപ്പിച്ചു തരാം. പിന്നെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എല്ലാവരും നോട്ട് എവറി വൺ ഇസ് സോ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ആൻഡ് ഇംഗ്ലീഷിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ചൈനീസുകാരെയൊക്കെ നോക്കിയാൽ അവരുടെയൊക്കെ പേപ്പേഴ്സ് അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചൈനീസിൽ എഴുതിയിട്ട് ഏതോ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഡയറക്റ്റ് ഇംഗ്ലീഷിലാക്കാണ്. സോ
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ദർ ഇസ് എ സർട്ടൻ ഫോർമാറ്റ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നന്നായിട്ട്, ഇപ്പോൾ ചിലർ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരായിരിക്കും, ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എഴുത്ത് എന്ന് പറയുന്നത് ഇസ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൗ ടു ഫോർമാറ്റ് എ പേപ്പർ, എങ്ങനെയായിരിക്കണം ആ പേപ്പറിൻ്റെ ഫ്ലോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു കോഴ്സ് വർക്ക്. ഇനിയിപ്പോൾ ഈ കോഴ്സ് വർക്ക്സിൽ നമ്മൾ എല്ലാത്തിലും 7.5 ഔട്ട് ഓഫ് 10 CGPA സിസ്റ്റം ആണെങ്കിൽ 7.5 മേലെ അല്ലെങ്കിൽ മോർ ദാൻ 75% മാർക്സ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് കോംപ്രിഹെൻസീവ് എക്സാമിന് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് എക്സാം എന്ന് പറയുന്നത് ഈസ് കൈൻഡ് ഓഫ് നമ്മളുടെ ഒരു ഒരു ലൈക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമല്ലോ. അപ്പോൾ അതിൽ പാസ്സായാൽ മാത്രമേ നമ്മളൊരു PhD സ്കോളർ ആവുള്ളൂ. അപ്പം ഞങ്ങളുടെ ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 100 65 ഈസ് ഫോർ ദ റിട്ടേൺ പാർട്ട് ആൻഡ് റെസ്റ്റ് 35 ഈസ് ഫോർ ദ ഓറൽ പ്രസൻറ്റേഷൻ. അപ്പോൾ ഈ 65 നമ്മൾ 45 ആൻഡ് എബവ് വാങ്ങിക്കണം. മറ്റേ 35 നമ്മൾ എബവ് 25 വാങ്ങിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ എക്സാം പാസ്സായാൽ മാത്രമേ നമ്മളൊരു സ്കോളർ ആവുള്ളൂ, PhD ലൈക്ക് പെർമനൻ്റ്ലി ആവുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ സപ്പോസ് നമുക്ക് കോംപ്രിഹെൻസീവിൽ ആ പെർട്ടിക്കുലർ മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് വർക്ക്സിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാക്സിമം അവർ 1 or 2 അറ്റംപ്റ്റ്സും കൂടെ തരും. അതിനും ഫെയിലായാൽ നമ്മളിവിടുന്ന് പോകേണ്ടി വരും, ലൈക്ക് വി കാൻ കണ്ടിന്യൂ അവർ സ്റ്റഡീസ്. സോ അതാണ് ആ ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ കോംപ്രിഹെൻസീവും ലൈക്ക് കോഴ്സ് വർക്ക്സും ക്വാളിഫൈ ചെയ്തു, കോംപ്രിഹെൻസീവും ക്വാളിഫൈ ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അതാണ് ഭയങ്കര വലിയ സംഭവം എന്ന്. പഠിക്കണം, എക്സാം എഴുതണം, ഇൻറ്റേർണൽസ്, എക്സ്റ്റേണൽ, അതിൻ്റെ ഇടയിലുള്ള അസൈൻമെൻറ്റ്സ് ഒക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷേ ഒന്നുമല്ല. പഠിപ്പിക്കുന്നത് പഠിച്ചാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു കോംപ്രിഹെൻസീവിന് ഓറൽ പ്രസൻറ്റേഷൻ കൊടുക്കണം. ആ സമയമാകുമ്പോഴേക്കും നമുക്കൊരു ടോപ്പിക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം, ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. നമ്മൾ ഏതിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ വർക്ക് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, അതിലെന്തൊക്കെ എക്സ്പെരിമെൻറ്റ് നടക്കും, നമ്മൾ എന്താണ് അതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബേസിക്കലി നമ്മുടെ ഒരു റിസർച്ച് പ്രൊപ്പോസലാണ് ആ ഓറൽ പ്രസൻറ്റേഷനിലൂടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാവും. അതായത് നമ്മുടെ ഗൈഡ് ഉണ്ടാവും, നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്ന നമ്മുടെ ഗൈഡ് ഉണ്ടാവും. അവരുടെ കൂടെ തന്നെ വേറെയും കുറച്ച് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളുടെ ഇത് മോണിറ്റർ ചെയ്യും, നമ്മൾ ചെയ്യണത് ശരിയാണോ, നമ്മളുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്, ആർ വി മൂവിങ് ടു ദ റൈറ്റ് ഡയറക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നമ്മളിതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിയൽ റിസർച്ച് വേൾഡിൽ കയറി. റിസർച്ച് വേൾഡിൽ കയറിയ നമ്മൾ കിളിപോയ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയിലായിരിക്കും അധികം ഉണ്ടാവുക. ഒരു ബോധവും കഥയും ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കോളേജ് ടൈം പോലെ, അല്ലെങ്കിൽ നമ്മുടെ 9 to 5 ജോബ് പോലെ അല്ല റിസർച്ച് ഫീൽഡ് എന്ന് പറയുന്നത്. ഇൻ റിസർച്ച് ഫീൽഡ് വി ആർ സപ്പോസ് ടു വർക്ക് 24/7. എല്ലാ സമയവും നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കണം എന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ആ ഒരു ഫീൽഡിൽ നമ്മൾ ആ ഫീൽഡിനെ മാസ്റ്റർ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എഫേർട്സ് നമ്മൾ ഇടണം. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ലിറ്ററേച്ചർ സർവേ ആയിരിക്കും. ലിറ്ററേച്ചർ സർവേ എന്ന് വെച്ചാൽ നമ്മൾ കുറേ പേപ്പേഴ്സ് വായിക്കുക. പക്ഷേ ഇതിന് മുന്നേ നമ്മൾക്ക് എന്താണോ നമ്മൾ പ്രോബ്ലം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നേ ആരെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. അവിടെ എന്തായിരുന്നു പ്രശ്നം, അതും നമ്മളുടെ വർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം, നമ്മളുടെ വർക്ക് വന്നാൽ അതെങ്ങനെ ബെനിഫിറ്റ് ആവും, അല്ലെങ്കിൽ മറ്റിന് എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ വർക്കിലുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അങ്ങനെ കുറേ ലിറ്ററേച്ചർ സർവേ ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ആണെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യണം, സിമുലേഷൻസ് ആണെങ്കിൽ സിമുലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ തിയററ്റിക്കലി വർക്ക് ചെയ്യണവർ അങ്ങനെ തിയററ്റിക്കലി മോഡലിംഗ്, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് തന്നെ നമ്മൾ ഈ പറയണ പോലെ ഈസി അല്ല. ഇപ്പം നമ്മളൊരു BTech ലാബിൽ പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം ഇതിന് വരേണ്ട വാല്യൂസ് ഇതാണ്, അല്ലെങ്കിൽ ഇത്ര എടുക്കും, എനിക്ക് ഇത്ര ഇത് വരണം എന്നുള്ളത് എനിക്കറിയാം. കാരണം ഇതെന്ന് വെച്ചാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്, പണ്ടൊക്കെ ചെയ്ത് വന്ന കാര്യങ്ങളാണ്. ഒരേ മെറ്റീരിയലാണ്, ഒരേ കാര്യങ്ങളാണ്, ഒക്കെ സെയിമാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ റിസൾട്ട് കിട്ടും, എനിക്ക് നാളെയും ആ റിസൾട്ട് കിട്ടും.
അങ്ങനെ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിസർച്ചിലേക്ക് ഇല്ലാത്തവർ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാതല്ലേ, അങ്ങനെ കണക്ട് ചെയ്യേണ്ടെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളുടെ അത് റിസർച്ചിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ചിലപ്പോൾ അത് എത്ര ചെയ്താലും ശരിയാവില്ല. ചിലപ്പോൾ അത് മന്ത്സ് എടുക്കും, ചിലപ്പോൾ അത് ഇയേഴ്സ് എടുക്കും നമുക്കൊരു റിസൾട്ട് കിട്ടാനായിട്ട്. അതെന്ന് പറയുന്നത് ഒരു ഈസി ടാസ്കേ അല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. അത് മാത്രമല്ല നമ്മൾക്ക് കുറേ ലക്ക് ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ ഇങ്ങനെ ലക്ക് എന്നൊക്കെ പറയണതെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ലക്ക് എന്നുള്ളൊരു വലിയൊരു ഫാക്ടറും ഇതിലുണ്ട്. കാരണം അത്ര ഈസി അല്ല. ചിലർക്ക് ചിലത് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇപ്പം ചില ആൾക്കാർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മറ്റ് ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസത്തിലൊക്കെ കിട്ടിയെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലക്ക് എനിക്ക് പേഴ്സണലി ഒരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് തന്നെ നമ്മളത് വർക്ക് ചെയ്ത് ഒന്നും നടക്കാണ്ട് ഒരു 2 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴേക്കും അവരവരുടെ പ്രോബ്ലമേ മാറ്റി വേറൊരു പ്രോബ്ലം കണ്ടുപിടിച്ച് പിന്നെയും ആദ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒക്കെ ഇടയിൽ ഇപ്പം നമുക്കിപ്പം ഇഫ് വി ആർ അണ്ടർ സം യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് നമുക്ക് TA വർക്ക് ചെയ്യണം. TA എന്ന് വെച്ചാൽ ടീച്ചിങ് അസിസ്റ്റൻറ്റ്ഷിപ്പ്. അത് ഇതുപോലെ ഓരോ കോളേജസ് ടു കോളേജസ് അത് വേരി ചെയ്യും, യൂണിവേഴ്സിറ്റീസ് ടു യൂണിവേഴ്സിറ്റീസ്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എനിക്കിവിടെ BTech ലാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ഈ 2nd ഇയർ സ്റ്റുഡൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ ലൈക്ക് നമുക്ക് പെർ വീക്ക് എന്ന് പറയുന്നത് 6 hours TA ചെയ്യണം. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ എന്തെങ്കിലും വേറൊരു പ്രൊജക്റ്റിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ DST അല്ലെങ്കിൽ DRDO അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ അണ്ടറിലാണെങ്കിൽ ആ വർക്കും ചെയ്യണം, അവർക്കും അപ്ഡേറ്റ്സ് കൊടുക്കണം. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് വൺ മോർ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മളുടെ പ്രോബ്ലത്തിൽ മാത്രം വർക്ക് ചെയ്യാന്ന് അല്ല, നമുക്ക് വേറെയും ചില പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടി വരിക, നമ്മളുടെ കൊളീഗ്സിൻ്റെ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരാൾ മാത്രമായിരിക്കില്ല അതിപ്പം. എൻ്റെ വർക്ക് ചിലപ്പം വേറെ ആൾക്കാർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ വർക്ക് ഇപ്പം എനിക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ദാറ്റ് ഈസ് സോ കോമൺ. ഓക്കെ. ആൻഡ് ഇപ്പം നമുക്ക് ചില സമയം ഈ കൊളാബറേഷനൊക്കെ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കുറേ സാമ്പിൾസ് വരും. അത് നമ്മൾ ക്യാരക്ടറൈസേഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരുന്നു, പഠിക്കുന്നു, എക്സാം എഴുതണു, പോണു, ആ ഒരു പരിപാടിയേ അല്ല. അപ്പം ഈ TA ഉണ്ടാവും. അപ്പോൾ ഈ TA എന്ന് പറയുമ്പോൾ ഈ 6 മണിക്കൂർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മളുടെ അവിടുത്തെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് കേടായി, പിന്നെ ആ ഇൻസ്ട്രുമെൻറ്റ് നന്നാക്കേണ്ട ബാക്കിൽ നമ്മൾ തന്നെ അടക്കണം. ഇനിയിപ്പം പുതിയ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങിക്കണം, നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റിന് കൊട്ടേഷൻ കൊടുക്കണം, എന്നിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതെന്ന് വെച്ചാൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളിരുന്ന് ഞാൻ പറഞ്ഞല്ലോ പഠിക്കുക, എഴുതുക, ഒരു എക്സാം എഴുതി തീർക്കണം, അത്ര ഈസി അല്ല ഈ റിസർച്ച് എന്ന് പറയുന്നത്. അതിനേക്കാൾ ഒരുപാട് അപ്പുറമാണ്. അതൊരു കാര്യം. പിന്നെയെന്ന് പറയുമ്പം ശരി, ഇപ്പോൾ നമ്മൾ കോഴ്സ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ പാസ്സായി, കോംപ്രിഹെൻസീവ് എക്സാമിൽ നമ്മൾ പാസ്സായി, നമ്മളൊരു പ്രോബ്ലം കണ്ടുപിടിച്ചു, നമുക്ക് പ്രോബ്ലത്തിനൊരു റിസൾട്ട് കിട്ടി. ഓക്കെ. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് കിട്ടിയാൽ നമ്മളതിനൊരു പേപ്പറാക്കണം. ആ പേപ്പറാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫീൽഡിൽ പറ്റിയ ഇത് നോക്കണം, ഏത് ജേർണലാണോ നമ്മളുടെ ഫീൽഡിന് പറ്റിയെന്നുള്ളത്. അപ്പോൾ ആ ജേർണലിലേക്ക് നമ്മൾ ഈ പേപ്പർ അയക്കണം. ഈ പേപ്പർ നമ്മൾ അയച്ചാൽ, ആ ജേർണലിന് അയച്ചാൽ, ആ ജേർണലിൻ്റെ എഡിറ്റർ അത് വേറെ റിവ്യൂവേഴ്സിന് അയച്ചെടുക്കും. അതിപ്പോൾ ചിലപ്പം 2 റിവ്യൂവേഴ്സ് ആയിരിക്കും, ചിലപ്പം 6 റിവ്യൂവേഴ്സ് ആയിരിക്കും. അത് ജേർണൽ ടു ജേർണൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ റിവ്യൂവേഴ്സ് നമ്മുടെ പേപ്പറിൽ ഫുള്ള് വായിക്കും. എന്നിട്ട് ആ ഫുള്ള് വായിച്ചിട്ട് അവർ നമ്മളെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2 ഓപ്ഷൻ ഉള്ളത്. എപ്പോഴും ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ അവർ പറയും ഈ വർക്കൊക്കെ പൊട്ടയാണ്, ഇതിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യും. ഇനിയിപ്പം റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കേസാണെങ്കിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ റിജക്റ്റ് ചെയ്താൽ ഒന്നിക്കൽ അവരെന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് അതിൽ വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ അവർ ഒരു റീസൺ പറയുകയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് റിജക്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക, റീസൺസിൽ വർക്ക് ചെയ്യുക.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും കോൺഫിഡൻറ്റ് ഉണ്ട് നിങ്ങളുടെ വർക്ക് അതാണ്. കാരണം അതും ഒരു എന്താണ് ഈ ഫീൽഡിൽ എക്സ്പേർട്ടായ ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവാം. അയാളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല നമ്മൾ, ചില സമയം ഇതും സംഭവിക്കാം, നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല അവർക്ക് കൺവേഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസാണെങ്കിൽ നമുക്കത് വേറെ ജേർണലിൽ അപ്രോച്ച് ചെയ്യണം. ഇനിയിപ്പം അവർ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നു വിചാരിക്കാം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസും ആവാം. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഫുൾ എക്സ്പീരിയൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് എന്താണെങ്കിലും ചോദിക്കാം അത് റിലേറ്റഡ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആൻസർ ചെയ്ത് അവർ കൺവിൻസ് ആയെങ്കിൽ മാത്രം അവരത് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ അതിന് റിബേർട്ടൽ എന്നാണ് പറയുക. അതിൽ നമ്മൾ ആ റിവ്യൂ നമ്മളത് ചെയ്യണം, അത് ഫുൾ ആൻസർ ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത മാനുസ്ക്രിപ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യണം എന്താണൊക്കെ മാറ്റങ്ങൾ വരുത്തിയത്, അല്ലെങ്കിൽ ഈ റിവ്യൂവേഴ്സിൻ്റെ കമൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്തതിനൊക്കെ മാറ്റി എഴുതി. ഈ പേപ്പർ എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ കാര്യമല്ല കേട്ടോ. നമുക്ക് എന്തൊക്കെ ചെയ്യണം, അത് നമുക്ക് പേപ്പറിന് വേണ്ട ഫിഗേഴ്സ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതെങ്ങനെ ഈ പ്രോബ്ലത്തിനെ ഫ്രെയിം ചെയ്യും, എങ്ങനെ അതിനെ അതിൽ എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റായി. ഇനിയിപ്പോൾ അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇത് എപ്പോഴാണ് കഴിയുക, അതിൻ്റെ കഴിയാറായോ എന്നൊക്കെ. പക്ഷെ അതങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ആരടുത്തും അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം UGC നോംസ് പ്രകാരം ഇപ്പം പേപ്പേഴ്സ് പബ്ലിക്കേഷൻസ് കമ്പൽസറി അല്ല. പക്ഷേ ഓൾവേസ് നമുക്കൊരു പേപ്പർ ഉള്ളത് നമുക്കൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് ഡോക്കിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റെക്കോർഡുണ്ട്. ഓക്കെ, ഈ വർഷം തൊട്ട് ഈ വർഷം വരെ ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത്ര പബ്ലിക്കേഷൻസ് ഉണ്ട്. അത് ആക്ച്വലി ഒരു പ്ലസ് പോയിൻ്റ് ആണ്, ഈവൻ ദോ കമ്പൽസറി അല്ലെങ്കിലും. ആൻഡ് എഗെയിൻ UGC അങ്ങനെ പറഞ്ഞതും എന്താണെന്ന് വെച്ചാൽ അത് എഗെയിൻ യൂണിവേഴ്സിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മഹീന്ദ്ര യൂണിവേഴ്സിറ്റിയാണ്, തെലങ്കാനയിലാണ്. ആൻഡ് ദ ചാൻസലർ ഇസ് ആനന്ദ് മഹീന്ദ്ര. കാരണം ചിലർക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ചാൻസലറിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. ചിലർ മഹീന്ദ്ര യൂണിവേഴ്സിറ്റി, അപ്പം ആനന്ദ് മഹീന്ദ്ര എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു റീച്ച് ഉണ്ടാവുന്നു. സോ അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി പ്രകാരം എനിക്ക് 2 പേപ്പേഴ്സാണ് മിനിമം പബ്ലിക്കേഷൻസിൻ്റെ റിക്വയർമെൻറ്റ്. ഓക്കെ, സോ ആ 2 പേപ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനു പോവാം, പ്രീ-PhD മിനിമം 2 കേട്ടോ. അതെന്നെങ്കിൽ അത് സൂപ്പർവൈസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സൂപ്പർവൈസേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാം 10 പേപ്പർ ഉണ്ടായിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞാൽ 10 പേപ്പർ ഉണ്ടായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്കൊന്നും ഈ PhD എന്ന് പറയുന്നത് നമുക്കൊരു കമ്പൽസറി ആയിട്ട് ഇങ്ങനെ പോയാൽ ഇങ്ങനെയല്ല. യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങളുടെ ഗൈഡിനെ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങളുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മളവിടെ എത്തിയത് പിന്നെ നമുക്ക് അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളുടെ ഗൈഡ് സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കത് പ്രീ-PhD കൊടുക്കാം. ഈ പ്രീ-PhD എന്ന് പറയുമ്പോൾ ഈ നമ്മളുടെ ഇൻറ്റേർണൽ കമ്മിറ്റിയും എല്ലാവരും കൂടിയിട്ടുണ്ടാവും. അവർക്കൊക്കെ നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കണം. നമ്മളങ്ങനെ പ്രസൻറ്റേഷൻ കൊടുത്തിട്ട് അവർ നമ്മളുടെ കമൻറ്റ്സ് തരും. ആ കമൻറ്റ്സിൽ നമ്മൾ വർക്ക് ഓൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ നമ്മുടെ തീസിസ് എഴുതണം. നമ്മുടെ തീസിസ് എഴുതി കഴിഞ്ഞിട്ട് എന്ത് വേണം, നമ്മൾ ഈ തീസിസ് സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്യുന്നത്, റിവ്യൂ ചെയ്യുന്നത് 2 ആൾക്കാരായിരിക്കും. ഒന്ന് ഇന്ത്യയിലുള്ള ഒരാളായിരിക്കും, വേറൊരെണ്ണം അബ്രോഡിലുള്ള ഒരാളായിരിക്കും. അവരും ഇതുപോലെ തന്നെ കുറേ സജഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ പറയും. നമ്മളിതിലൊക്കെ വർക്ക് ഓൺ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഫൈനലി ഡിഫെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുക, ഈ റിവ്യൂവേഴ്സ് വരും. ഈ റിവ്യൂവേഴ്സിനൊക്കെ നമ്മൾ ആൻസറബിളാണ്, അവർ ചോദിക്കണതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യുക. ഓഡിയൻസിന് നമ്മൾ ആൻസറബിളാണ്. ആർക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമ്മൾ ആൻസർ ചെയ്യണം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ കിട്ടുക. അങ്ങനെ ആ ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ കിട്ടിയിട്ട് ആ ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ അത്രയും കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ മെയിൻലി ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇത് ഭയങ്കര ഇത്തിരി ലെങ്തി ആയിപ്പോയില്ലേ. ഓക്കെ, വാട്ടെവർ. കാരണം പലർക്കും അറിയില്ല നമ്മൾ എന്താ ചെയ്യണേ ഒന്നും. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് തന്നെ അഗെയിൻ
ചിലർ ഭയങ്കര ചില്ലായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ചിലർ ഇപ്പം ഞാനൊക്കെ കുറേയൊക്കെ ചിൽ മോഡിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ചിലരെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിരിക്കും, അവർക്ക് ഒന്നിനും സമയം കിട്ടാറില്ല, ഉറങ്ങാൻ സമയം കിട്ടാറില്ല, ചിലർ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഈ പേപ്പർ പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അത്ര ഈസി ടാസ്ക് അല്ല. നമ്മളിപ്പം ഒന്ന് സബ്മിറ്റ് ചെയ്ത് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പബ്ലിഷ് ആവുക. ഒരുപാട് ഇപ്പം എൻ്റെ ഒരു സീനിയർ ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ പേപ്പറിനെ ബേബി പേപ്പർ എന്നാണ് വിളിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് അത് 9 months എടുത്തു അത് പബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട്. കാരണം ചിൽഡ്രൻ അമ്മയുടെ വോമ്പിന്ന് വരാൻ വേണ്ടിയിട്ട് 9 months എടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ ചേച്ചി 9 months എടുത്തിട്ടാണ് ആ പേപ്പറൊന്ന് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പം സപ്പോസ് ഇപ്പോൾ പേപ്പർ പബ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ആദ്യത്തെ 2 വർഷത്തിൽ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഈ പേപ്പറൊക്കെ പബ്ലിഷ് ആയിട്ട് വരുമ്പോഴേക്ക് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വേറെ കുറച്ച് വർക്കൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് കിട്ടുന്ന പ്രോജക്ട്സിലൊക്കെ നമ്മൾ തന്നെ വേണമല്ലോ വർക്ക്. നമുക്ക് കിട്ടണ മതലബ് നമ്മുടെ ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അത്ര നല്ലതായിരിക്കില്ല, കുറേ പൊളിറ്റിക്സ് ഉണ്ടാവും. അത് വിത്തിൻ ദ ഗ്രൂപ്പ് ആവാം, ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് ആവാം. അപ്പോൾ നമ്മൾ അതിനുള്ള മെൻ്റലി അതൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം. കുറേ നമ്മൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യണ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, നമുക്കൊക്കെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോവാൻ തോന്നും. അതൊക്കെ ഇതിൻ്റെ ഒരു ഫേസാണ്. അതിൻ്റെയൊക്കെ എന്താണ് പറയുക, ഔട്ട്കം സ്വീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇനി ഡിഫൻസ് കൊടുത്തിട്ടില്ല, എൻ്റെ PhD കഴിഞ്ഞിട്ടില്ല, PhD കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിലും കയറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് സ്വീറ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. സോ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരിക്കലും എന്താണ് നിങ്ങളുടെ ഇങ്ങനെ റിസർച്ചിലൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കരുത് നിങ്ങൾ എന്താ വരാത്തത്, നീ ഞങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസ് ആണെങ്കിലും വിളിച്ചിട്ട് എപ്പോഴാണ് വരിക. കാരണം നമുക്ക് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്, വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് വരാത്തത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും വീട്ടിൽ പോകാണ്ടിരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അടച്ച് പൂട്ടിയിട്ട പോലെ ആയിരിക്കും. പിന്നെ ഈ PhD കാണുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ PhD ചെയ്യാനായിട്ട് വരിക. അപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് സെൽഫ് എൻജോയ്മെൻറ്റ് കണ്ടെത്തുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് നിങ്ങൾ കുറച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം എന്താണെങ്കിൽ ബേസിക്കലി എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ കുറച്ചൊന്ന് ഫ്രീ ടൈം കിട്ടി അവർ കിടന്നുറങ്ങാൻ, അവർ റിലാക്സ് ചെയ്യാനാണ് നോക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള പരിപാടികൾ ചെയ്യാനാണ് പോകുന്നെങ്കിൽ പുറത്തു പോവും, അല്ലെങ്കിൽ കുറേ റീൽസ് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കും, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് എടുക്കും. അങ്ങനെ അതിന് ഒരാളുടെ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം എല്ലാം നല്ലതാണ്. നമ്മളെപ്പോഴും മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കുക. ഫിസിക്കലി ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അധികം ആൾക്കാർ ഹോസ്റ്റൽ ഫുഡും അതൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ അത് ഇപ്പം നമുക്കിങ്ങനെ പറയണമെങ്കിൽ പറയാം ഫിസിക്കലി ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന്. ബട്ട് ഐ ഫീൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും കൂടുതൽ ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ മെൻ്റൽ ഹെൽത്തിനാണ്. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും, നമ്മൾ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആവും എല്ലാം ആവും. അപ്പം നമ്മളതിനൊക്കെ എന്താ പറയുക, ബി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ കുറേയൊക്കെ നമ്മൾ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡിൽ വിടുക, കുറേയൊക്കെ നമ്മൾ റിയാക്ഷൻ കുറയ്ക്കണം. അതെനിക്ക് പലപ്പോഴും പറ്റാറില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു സ്റ്റേജ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ അങ്ങോട്ട് എത്തും. അപ്പോൾ പിന്നെ ആരെന്ത് വന്നാലും ലൈക്ക് 1+1 = 4 എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരിക്കും. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞോട്, എനിക്ക് വായിലൊന്ന് ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.